പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ തന്റെ ഔദ്യോഗിക സന്ദർശനത്തിലാണ്. അദ്ദേഹത്തിന് ചൈനയിൽ ലഭിച്ച സ്വീകരണം കഴിഞ്ഞ ദിവസം ഓരോ ഭാരതീയരെയും അക്ഷരാർത്ഥത്തിൽ അഭിമാനപുളകിതരാക്കി. ചൈന സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തെക്കാളുപരി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണമാണ് ഏവരുടെയും മനസ്സ് നിറയിച്ചത്. ജയ് ഭാരത് വിളികളോടെ, ഭാരത് മാതാ കി ജയ് വിളികളോടെ, ജയ് മോദി വിളികളോടെ, വന്ദേ മാതരത്തിൻ്റെ അകമ്പടിയോടെ അവർ അഭിമാനത്തോടെയാണ് ഭാരതത്തിൻ്റെ സ്വയം സേവകനെ സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ മനോഹരമായ, ഏതൊരു ഭാരതീയൻ്റെയും മനസ്സ് കുളിർപ്പിക്കുന്ന ദൃശ്യം, അഭിമാനം നൽകുന്ന ദൃശ്യം. ഏതെങ്കിലും ഒരു ലോക നേതാവിന് ഒരു വിദേശ മണ്ണിൽ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം മനോഹരമായ ഒരു സ്വീകരണം ലഭിക്കുമോ എന്നുള്ളതാണ് സംശയം. അവിടെ അവതരിപ്പിക്കപ്പെട്ട കലാപരിപാടികളിൽ, നൃത്ത പരിപാടികളിൽ വളരെ കൗതുകത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ആ കലാകാരന്മാരെ ആദരവോടെ നോക്കി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ മുഖത്തും വളരെയധികം സന്തോഷമാണ്. ഇത് ഞങ്ങളുടെ നേതാവാണ് എന്ന മറ്റൊരു വിദേശ മണ്ണിലിരുന്ന് എല്ലാവരോടും വിളിച്ചു പറയാൻ വെമ്പുന്ന ഭാവമായിരുന്നു അവിടെ കൂടിയ ഇന്ത്യൻ പ്രവാസികളുടെ ഓരോരുത്തരുടെയും മുഖത്ത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ ഭാരത് മാതാവിനെ കുറിച്ച് പറയുന്നത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നങ്ങളാണ്. എന്നാൽ വിദേശ മണ്ണിൽ, അതും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മണ്ണിൽ ഭാരത് മാതാ കി ജയ് വിളി ഉയരുന്നു. നരേന്ദ്രമോദിക്ക് ജയ് വിളി ഉയരുന്നു. ഒപ്പം വന്ദേ മാതരത്തിൻ്റെ അലയൊലികൾ. അങ്ങനെ ഒരു രാജ്യസ്നേഹികളാണ് തങ്ങൾ. ഏത് രാജ്യത്ത് വസിച്ചാലും, ഏത് മണ്ണിൽ വസിച്ചാലും തങ്ങളുടെ സ്വന്തം രാജ്യത്തെ തങ്ങൾ മറക്കുന്നില്ല എന്ന ആ ഒരു തിരിച്ചറിവ്, ആ ഒരു തെളിവ് അവർ അവിടെ തങ്ങളുടെ നേതാവിന് നൽകിയതിലൂടെ, തങ്ങളുടെ പ്രധാനമന്ത്രിക്ക് മറ്റൊരു വിദേശ മണ്ണിൽ തങ്ങളുടെ നേതാവിന് നൽകിയതിലൂടെ ഓരോ ഇന്ത്യക്കാരനും കഴിഞ്ഞ ദിവസം ചൈനയുടെ മണ്ണിൽ അഭിമാനിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് നരേന്ദ്രമോദിയെ കണ്ടതിലുള്ള സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. ഇതിനിടയിൽ ഒരു ചൈനീസ് സ്ത്രീ, അവരുടെ ഭർത്താവ് ഇന്ത്യനാണ്, ആ ഒരു ചൈനീസ് സ്ത്രീ തനിക്ക് കണ്ണുനീര് അടക്കാൻ സാധിക്കുന്നില്ല, അത്രമാത്രം സന്തോഷം തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിൽ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വളർന്ന മറ്റൊരു രാജ്യത്തുള്ള ഒരു സ്ത്രീക്ക് പോലും നരേന്ദ്രമോദി എത്രമാത്രം ആദരണീയനാണ് അല്ലെങ്കിൽ സ്വീകാര്യനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മഹത്വം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ വെറും വാക്കുകളല്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മോദി വിരുദ്ധർ, അവരുടെ വാക്കുകൾ ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ലോകാരാധ്യനായ ഒരു നേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ മണ്ണിൽ, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മണ്ണിൽ, ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായിരുന്ന ചൈനയുടെ മണ്ണിൽ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്.